അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله على الناس حج البيت من استطاع إليه السبيلا ومن كفر فإن الله غني عن العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് പടച്ചവന് തഖ്വയുള്ള മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധ ഹജ്ജിൻ്റെ മാസമായ ദുൽഖഅദ് മാസത്തിലാണ് നമ്മളുള്ളത്. ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സഹോദരന്മാർ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി മക്കയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നാം. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ പരിശുദ്ധ ഹജ്ജിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങളുമൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് സാന്ദർഭികമായിരിക്കും എന്ന് തോന്നുന്നു. വിശുദ്ധ ഇസ്ലാം സ്ഥാപിതമായ പഞ്ചസ്തംഭങ്ങളിൽ 5ാം സ്ഥാനമാണ് ഹജ്ജിനുള്ളത്. അതായത് നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള മുസൽമാന് നിർബന്ധമായ ഒരു ആരാധനാ കർമ്മമാണ് ഹജ്ജ്. പരിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായത്തിൻ്റെ പേര് സൂറത്തുൽ ഹജ്ജ് എന്നാണ്. ഒരാൾ ചെയ്യുന്ന സുപ്രധാനമായ 3 പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. 1 അള്ളാഹുവിലും റസൂലിലുമുള്ള വിശ്വാസം, 2 അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യൽ, 3 പുണ്യമാർന്ന ഹജ്ജ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ യുദ്ധം ചെയ്യാൻ അനുവാദം ചോദിച്ചുകൊണ്ട് വന്ന സഹാബാ സ്ത്രീകളോട് പറഞ്ഞത് പ്രവാചകൻ, അഫ്ദലുൽ ജിഹാദ് അൽ ഹജ്ജുൽ മബ്രൂർ, ഏറ്റവും ഉത്തമമായ ജിഹാദ്, നിങ്ങളുടെ ജിഹാദ് പുണ്യമാർന്ന ഹജ്ജാണ് എന്നാണ്. ഹിജ്റ 9-ാം വർഷമാണ് ഹജ്ജ് നിർബന്ധമാക്കിയും കൊണ്ടുള്ള ആയത്ത് പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം ആലി ഇംറാനിലെ 97-ാമത്തെ വചനം ഇറങ്ങുന്നത്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ജനങ്ങൾ അള്ളാഹുവിന് ചെയ്യേണ്ട കടപ്പാടുകളിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗേഹമായ കഅബാലയത്തിങ്കൽ ചെന്ന് ഹജ്ജ് ചെയ്യുക. മൻ ഇസ്തതാഅ ഇലൈഹി സബീല, വഴി കൊണ്ടും ആരോഗ്യം കൊണ്ടും അവിടെ പോകാൻ സാധിക്കുന്ന ആളുകൾക്കാണ് ഇത് നിർബന്ധമുള്ളത്. ഈ ആയത്തിറങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബ കിറാമിനെ വിളിച്ചുകൂട്ടിയും കൊണ്ട് അവരോട് ഈ അള്ളാഹുവിൻ്റെ നിർദ്ദേശം അറിയിക്കുകയുണ്ടായി. അയ്യുഹന്നാസ് കുത്തിബ അലൈക്കുമുൽ ഹജ്ജു ഫഹജ്ജു, ജനങ്ങളെ, നിങ്ങൾക്കിത് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോയി ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു.
എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 10-ാം വർഷമാണ് ഹജ്ജ് ചെയ്തിട്ടുള്ളത്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള, മക്കയിൽ പോയി വരാനുള്ള ശാരീരികവും സാമ്പത്തികവുമായ കഴിവുള്ള എല്ലാവർക്കും ഹജ്ജ് നിർബന്ധമാണ്. ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കയച്ച് കടബാധ്യതയൊന്നുമില്ലാതെ മക്കയിൽ പോയി തിരിച്ചു വരാനുള്ള കാശുള്ളവന് ഹജ്ജ് നിർബന്ധമാണെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിൽ പല ആളുകൾക്കും ഹജ്ജ് നിർബന്ധമുള്ള ഹജ്ജിന് പോയി വരാനുള്ള കാശുള്ള ആളുകളുണ്ട്. പക്ഷെ ആളുകൾ ഇത്രയും കാശ് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. കാശും പൈസയും ചെലവഴിക്കേണ്ട രംഗം വരുമ്പോൾ പല ആളുകളും ഇസ്ലാമിനെ മറക്കും. ഹജ്ജും സക്കാത്തുമൊക്കെ സാമ്പത്തിക രംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരത് ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല. എന്നാൽ ഇത്തരം മാർഗത്തിൽ നമ്മൾ ധനം ചെലവഴിക്കുമ്പോൾ അതൊരു ധനനഷ്ടമല്ല, അത് അള്ളാഹു അതിന് പകരമായി സാമ്പത്തികമായ ബർക്കത്ത് നമുക്ക് നൽകുമെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഹജ്ജിൻ്റെ കഴിവുണ്ടായിട്ടും സാമ്പത്തികമായും ശാരീരികമായും കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ നിഷേധാത്മകമായ നയം സ്വീകരിക്കുന്ന ആളുകൾ അവർ വിശ്വാസികളല്ല എന്നാണ്. പരിശുദ്ധനല്ല സൂറത്ത് നേരത്തെ ഞാൻ ഓതിക്കൽപ്പിച്ച ആലി ഇമ്രാനിലെ 97-ാമത്തെ വചനത്തിൽ പറയുന്നത്, വമൻ കഫറ ഫൈനല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആരെങ്കിലും നിഷേധം സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹു ഇത്തരം ആളുകളിൽ നിന്നും ഐശ്വര്യവാനാണ് എന്ന്. മഹാനായ 2-ാം ഖലീഫ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്ക് ഒരു നികുതി, ഒരു ഫൈൻ ഈടാക്കാൻ ആഗ്രഹിച്ചു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ അവസരം ഒത്തു വന്നാൽ നമ്മളത് നീട്ടിവെക്കരുത്, പെട്ടെന്ന് തന്നെ അത് നടപ്പിൽ വരുത്തണം. കാരണം എന്താണ് ഭാവിയിൽ അവനുണ്ട്. ഫൈനാഹദക്കും ലാ യദ്രി മാ യാറുദുലഹു. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അവൻ്റെ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആരോഗ്യം ഇല്ലാതായ രോഗാവസ്ഥ, സമ്പത്ത് നശിച്ചു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഹജ്ജിന് പുതിയ പുതിയ നിയമങ്ങൾ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവനവൻ്റെ സന്ദർഭം ഒത്തു വന്നാൽ അത് ഹജ്ജ് ചെയ്ത് അവൻ്റെ കടമയും കടപ്പാടും അവൻ തീർക്കണം എന്നാണ്. അപ്പോൾ പരിശുദ്ധ കഅബാലയം നമുക്കറിയാം. കഅബാലയത്തിൻ്റെ നിർമ്മാണം വളരെ പ്രയാസപ്പെട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇവരെല്ലാം കൂടി വളരെ പ്രയാസപ്പെട്ട് പണിതുയർത്തിയതാണ് പരിശുദ്ധമായ ആ ഗേഹം. ആ ഗേഹത്തിങ്കൽ ചെന്ന് ആ ഗേഹം സന്ദർശിക്കുകയും പരിശുദ്ധമായ പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ ആ പ്രദേശങ്ങൾ കാണുകയും സന്ദർശിക്കുകയും അവിടെയുള്ള പുണ്യം കരസ്ഥമാക്കുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു മുസൽമാൻ്റെയും മനസ്സിലെ ആഗ്രഹമാണ്, അഭിലാഷമാണ്, അല്ലേ? കഅബാലയം നിർമ്മിച്ചതിന് ശേഷം അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിക്കുകയുണ്ടായി, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാല. നീ ജനങ്ങളോട് ഹജ്ജിന് വരുവാൻ വേണ്ടി കൽപ്പിക്കണം. യഅ്തൂക റിജാല, അവർ നടന്നുകൊണ്ട് ഹജ്ജിന് വരും. വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞ ഒട്ടകപ്പുറത്തുകാരെയും കൊണ്ടും. യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ പ്രദേശങ്ങളിൽ നിന്ന് വഴികളും മലമ്പാതകളും താണ്ടിക്കൊണ്ട് അവർ വരുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വരുവാൻ നീ ജനങ്ങളോട് വിളംബരം നടത്തണമെന്നാണ് ഇബ്രാഹിം നബിയോട് അള്ളാഹുവിൻ്റെ കൽപ്പന. എന്നിട്ട് പറയുന്നത് യഅ്തൂക റിജാൽ, അവൾ നടന്നുകൊണ്ട് ഹജ്ജിന് വരും. ഇന്ന് നടന്ന് ഹജ്ജിന് പോകുന്ന ഒരു ട്രെൻഡ് കാണുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ വിധി എന്താണ് എന്ന് ഉള്ള മറുപടി ഈ ആയത്തിൽ തന്നെ ഉണ്ട്. ഈ ആയത്തിൻ്റെ ആദ്യം തന്നെ യഅ്തൂക റിജാല, നടന്നുകൊണ്ട് അവർ ഹജ്ജിന് വരുമെന്ന്. അപ്പോൾ നടന്നുകൊണ്ട് ഹജ്ജിന് പോവുക എന്നുള്ളത് ഒരു തെറ്റായിട്ട് കാണുന്നില്ല ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 വിഷയങ്ങൾ നൽകി. പ്രവാചകൻ ഒട്ടകപ്പുറത്താണ് ഹജ്ജ് ചെയ്തത്. ഒട്ടകപ്പുറത്ത് കയറിയും കൊണ്ടാണ് ഹജ്ജ് ചെയ്തത്, നടന്നുകൊണ്ടല്ല പ്രവാചകൻ ഹജ്ജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് നടന്നു പോകുന്നതിനാണ് പുണ്യം. ചില ആളുകൾ പറയുന്നു അതല്ല, നബി ഒട്ടകപ്പുറത്ത് പോയതാണ്. ഏതാണ് അഫ്ളൽ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നടന്നു പോവുക എന്നുള്ളത് തെറ്റല്ല. പക്ഷെ പ്രവാചകൻ്റെ നിയമം മാ ഖുയ്യിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന അംറൈനി ഇല്ലാ അഖദ ഐസറുഹും. 2 കാര്യങ്ങൾക്കിടയിൽ പ്രവാചകന് ചോയ്സ് തിരഞ്ഞെടുക്കാൻ നൽകിയാൽ നബി ഏറ്റവും അതിൽ എളുപ്പമുള്ളതാണ് തിരഞ്ഞെടുക്കുക. മാലം യക്കും ഇസ്മൻ, അത് കുറ്റകരമല്ലെങ്കിൽ. ഇമാം ബുഖാരിയുടെ ഹദീസാണ്.
അപ്പോൾ നടന്നും ഹജ്ജിന് പോകാം, വാഹനപ്പുറത്തും ഹജ്ജിന് പോകാം എന്നുള്ള രണ്ട് വിഷയം വരുമ്പോൾ അതിലേറ്റവും എളുപ്പമുള്ളത് ഏതാണോ അത് വാഹനപ്പുറത്ത് പോകലാണ്. അപ്പോൾ പ്രവാചകൻ അതാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതാണ് പ്രവാചകൻ്റെ ചര്യയും ശൈലിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക സാന്ദർഭികമായി. അപ്പോൾ ഈ ഹജ്ജിനുള്ള ഇബ്രാഹിം നബിയുടെ വിളിക്ക് ഉത്തരം നൽകിയിട്ടാണ്, അതിൻ്റെ പ്രഖ്യാപനത്തിന് മറുപടി നൽകിയാണ് ഓരോ ഹാജും മക്കയിലേക്ക് വരുന്നത്. അവൻ വിളിക്കുന്ന ലബ്ബൈക്ക വിളിയിലുള്ള എൻ്റെ ലബ്ബൈക്കയുടെ തെൽബിയത്തിൻ്റെ വചനങ്ങളുടെ അർത്ഥം അതാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാഹുവെ നീ ഇബ്രാഹിം നബിയോടിലൂടെ വിളിച്ച വിളിക്ക് ഞാനിതാ ഉത്തരം നൽകുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക്, നിനക്ക് പങ്കുകാരില്ല എന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. വീണ്ടും നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നു. ഇന്നൽ ഹംദ വ നിഅമത ലക, സർവാനുഗ്രഹങ്ങളും സർവസ്തുതിയും നിനക്കാണ്. വൽ മുൽക്ക, സർവാധികാരവും നിനക്കാണ്. ലാ ശരീക ലക എന്നുള്ള തെൽബിയത്ത് വിളികളിൽ തന്നെ ഇബ്രാഹിം നബി വിളിച്ച വിളിക്കുള്ള ഉത്തരമാണ്. അപ്പോൾ ഹാജിമാർ അള്ളാഹുവിൻ്റെ അതിഥികളായിട്ടാണ് മക്കയിലേക്ക് വരുന്നത്. തികച്ചും ആത്മീയത ആഗ്രഹിച്ചു കൊണ്ടുള്ള റിഹില റഹ്മാനിയ, ഒരു അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ളൊരു യാത്രയാണ് ഹജ്ജും ഉംറയും. ചരിത്രമുറങ്ങിക്കിടക്കുന്ന പുണ്യപ്രദേശങ്ങളിലേക്കുള്ള ആത്മീയ യാത്ര ഏതൊരു വിശ്വാസിയുടെയും മനം കുളിർപ്പിക്കുന്നതാണ്. അവൻ്റെ വിശ്വാസത്തിന് ഊർജം നൽകുന്നതാണ്. അവൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു മുസൽമാനും ഹജ്ജ് ചെയ്യണമെന്ന് അവൻ്റെ ഉള്ളിലുള്ള അടങ്ങാത്ത അഭിലാഷമാണ്. ഹജ്ജിൻ്റെ മഹത്തായ ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, മനുഷ്യൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ ആ സ്ഥലങ്ങളിൽ പോയി തൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപക്കറകൾ കഴുകിക്കളയുകയാണ് ഹജ്ജിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശ്യ ലക്ഷ്യം. രണ്ട്, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നിരുപാധികം അനുസരിക്കുക. അത് നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നതാവട്ടെ യോജിക്കാത്തതാവട്ടെ, പടച്ചവൻ എന്ത് പറഞ്ഞോ അത് അനുസരിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് മനുഷ്യനെ മാറ്റിയെടുക്കുന്നുണ്ട് ഹജ്ജ്, അല്ലേ? ഒരു സ്ഥലത്ത് പോയിട്ട് കല്ലെറിയണമെന്ന് പറയുന്നു, ഒരു സ്ഥലത്ത് 7 വട്ടം തവാഫ് ചെയ്യണമെന്ന് പറയുന്നു, അല്ലേ? സഫയുടെയും മറുവിൻ്റെയും ഇടയിൽ ഓടണം, ഇടയ്ക്ക് മെല്ലെ നടക്കണം, ഇടയ്ക്ക് സ്പീഡിൽ നടക്കണം. ചില സ്ഥലത്ത് പോയിട്ട് രാത്രി കിടന്നുറങ്ങണം എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഹജ്ജിൽ. നമ്മൾ യുക്തി മാത്രമല്ല അവിടെ. അപ്പോൾ അള്ള എന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഹജ്ജിലൂടെ മനുഷ്യനെ അള്ള പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല മനുഷ്യനെ വിനയവും താഴ്മയും പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ മനസ്സിലെ അഹങ്കാരം ഇല്ലാതാക്കുന്നുണ്ട്. ഏത് രാജാവായാലും ശരി, ഏത് പണക്കാരനായാലും ശരി, അവൻ വന്നു കഴിഞ്ഞാൽ 2 വെള്ള തുണി മാത്രമേ അവന് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. ഒരു തുണിയും ഒരു മേൽമുണ്ടുമാണ്, അല്ലേ? എല്ലാവർക്കും ഒരേ വസ്ത്രം, ഒരേ മുദ്രാവാക്യം, ഒരേ രൂപം, ഒരേ വേഷം, ഒരേ നിയ്യത്ത്. അങ്ങനെ മനുഷ്യനെ എല്ലാവരും ഒരേ രൂപത്തിലാക്കി മാറ്റുകയാണ്. ലക്ഷങ്ങളിൽ ഒരുവനായി മാറുമ്പോൾ അവിടെ പണക്കാരനോ പണിക്കാരനോ മുതലാളിയോ തൊഴിലാളിയോ ധനികനോ പാവപ്പെട്ടവനോ ഒക്കെ സമമാണ്. എല്ലാവരും വിനയവും താഴ്മയും പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ താഴ്മയോടെ പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. അപ്പോൾ മനുഷ്യനെ ഈ അഹങ്കാരമില്ലാതാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ഹജ്ജ്. അതോടൊപ്പം ക്ഷമ കൈകൊള്ളാൻ, അല്ലേ? ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ടാണ് ഹജ്ജ് ചെയ്യുന്നത്. ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ആരെങ്കിലും ഹജ്ജ് നിർബന്ധമാക്കി കഴിഞ്ഞാൽ ഹജ്ജിൽ അവൻ അനാവശ്യം പറയരുത്, തമ്മാടിത്തം പ്രവർത്തിക്കരുത്, തർക്കിക്കരുത്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ആളുകളുമായി നമ്മൾ കൂടിച്ചേരുമ്പോൾ പല സ്വഭാവക്കാരും പല ഭാവക്കാരുമുണ്ട്. അവിടെയൊക്കെ അവരിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ നമ്മൾ ക്ഷമിക്കണമെന്നാണ്. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെ ഐക്യവും ശക്തിയും പ്രകടിപ്പിക്കുവാൻ ലക്ഷ്യവും കൂടി ഹജ്ജിനുണ്ട്. ലോക മുസ്ലിങ്ങൾ ഒന്നായി ഒരുമിച്ച് ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാനും പരിഹരിക്കാനും ഐക്യപ്പെടാനുമുള്ള ഒരവസരമാണ് മുസ്ലിങ്ങളുടെ ഹജ്ജ്. ലോകം മുസ്ലിങ്ങൾ ഒരു കുടുംബം എന്നുള്ള സന്ദേശമാണ് ഹജ്ജ് നൽകുന്നത്. ഇങ്ങനെയൊക്കെ ഹജ്ജ് ചെയ്യുമ്പോൾ അവന് വലിയ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ പുറപ്പെട്ട് തിരിച്ചെത്തുന്നതുവരെ അവൻ്റെ ഓരോ കാൽപ്പാടുകൾക്കും പ്രതിഫലമാണ്. അവൻ്റെ വാഹനം ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോഴും അവൻ്റെ പ്രതിഫലമാണ്. അമ്മാ ഖുറൂജുക മിൻ ബൈത്തിക തഉമ്മു ബൈത്തൽ ഹറാം, മസ്ജിദുൽ ഹറാം ലക്ഷ്യം വെച്ചുകൊണ്ട് നിൻ്റെ വീട്ടിൽ നിന്ന് നീ പുറപ്പെടുമ്പോൾ ഫൈനലക ബികുല്ലി വത്അത്തിൻ തതൗ റാഹിലതക, നിൻ്റെ വാഹനം ഓരോ സ്ഥലത്തും ഓരോ കാൽപ്പാടുകൾ വെക്കുമ്പോഴും ഓരോ അടി മുന്നോട്ട് പോകുമ്പോഴും യക്തു ബിഹല്ലാഹു ഹസന, അതുകൊണ്ട് അള്ളാഹു നിനക്കൊരു നന്മ എഴുതി വെക്കും. വയംഹുല്ലാഹു അൻക ബിഹ സയ്യ, ഒരു തിന്മ മായ്ച്ചു കളയും എന്നാണ്. അപ്പോൾ ഹജ്ജ് മനുഷ്യനെ പൂർണ്ണമായും പാപത്തിൽ നിന്നും വിമുക്തനാക്കുന്നു എന്നാണ്. മഹാനായ സഹാബി അംറുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, അംറുൽ ആസ്
മൂന്ന് കാര്യങ്ങളെ നശിപ്പിച്ച് കളയുന്നു, ഇല്ലാതായിക്കളയും. അതേതാണ് പ്രവാചകൻ ചോദിച്ചത്? പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ ഖബ്ലഹു. ഒരാൾ ഇസ്ലാമായി കഴിഞ്ഞാൽ അതിനു മുമ്പ് അവൻ ചെയ്ത എല്ലാ തെറ്റുകളും പാപങ്ങളെയും അത് നശിപ്പിച്ച് കളയും, ഇല്ലാതാക്കി കളയും. വഅന്നൽ ഹിജ്റത തഹ്ദിമു മാ ഖബ്ലഹ. ഒരാൾ ഹിജ്റ പോവുകയാണെങ്കിൽ ഹിജ്റക്ക് മുമ്പ് ചെയ്ത തെറ്റുകളെല്ലാം തന്നെ അള്ളാഹു അവന് പുറത്തു കൊടുക്കും, അത് ഇല്ലാതാക്കി കളയും. വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ ഖബ്ലഹു. ഹജ്ജ് അതിനു മുമ്പ് അവൻ ചെയ്ത എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കി. ഒരു ജനിച്ചു വീണ കുഞ്ഞിൻ്റെ നൈർമല്യത്തോടു കൂടിയാണ് അവൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമ. ഒരു ഉംറ അടുത്ത ഉംറയുടെ ഇടയ്ക്കുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. വൽ ഹജ്ജുൽ മബ്റൂർ. പുണ്യമാർന്ന ഹജ്ജിന് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗമല്ലാതെ അതിന് പ്രതിഫലം ഇല്ല എന്ന്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ള പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഹാജിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ നിയ്യത്ത് നന്നാവണം, ഉദ്ദേശ്യം നന്നാവണം. അവൻ്റെ നിയ്യത്ത് ഈ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്ത് പാപങ്ങൾ പൊറുപ്പിച്ച് പാപം വിമുക്തനായി മടങ്ങി വരണം എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കണം. ആളുകളെ കാണിക്കുക, റിയാ, അതുണ്ടാവുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്, അല്ലേ? മനുഷ്യൻ കാണിക്കുക. ഹജ്ജിമാർക്കൊരു യാത്രയപ്പ്, അങ്ങനെ ഹജ്ജിന് കിട്ടുമ്പോൾ തന്നെ അവർക്ക് ഹജ്ജിയായി മാറുകയാണ്, അല്ലേ? അപ്പോൾ അതൊന്നുമില്ലാതെ, റിയാ ഇല്ലാതെ, ആളെ കാണിക്കാതെ, പടച്ചോൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ജാടയില്ലാതെ ഹജ്ജ് ചെയ്യാൻ കഴിയണം എന്നാണ്. അങ്ങനെ ഹജ്ജ് ചെയ്താലാണ് ഈ പ്രതിഫലം ഒക്കെ ലഭിക്കുക. ആ രൂപത്തിൽ ഹജ്ജ് ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ അത്ഭുതം നിറഞ്ഞ അവിസ്മരണീയമായ ഒരു സംഭവമാണ് തൻ്റെ സന്താനമായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബലിദാനം ചെയ്തത്. അള്ളാഹുവിൻ്റെ ഏറ്റവും കടുത്തൊരു പരീക്ഷണമായിരുന്നത്. മകൻ ജനിച്ചതിൽ വളരെ സന്തോഷത്തിലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. മകൻ്റെ വളർച്ച നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇബ്രാഹിം നബി. അപ്പോൾ അള്ളാഹുവോടുള്ള സ്നേഹത്തേക്കാൾ കൂടുതൽ പുത്രനോടാണോ മകനോടാണോ ഇബ്രാഹിം നബിക്ക് സ്നേഹമെന്ന് അള്ളാഹു ഒന്ന് പരിശോധിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ഉറക്കത്തിലേക്ക് വേദി വീണ സന്ദർഭം. അദ്ദേഹം സ്വപ്നം കണ്ട് പെട്ടെന്ന് ഉണരുകയാണ്. സ്വപ്ന ദർശനത്തിൽ നിന്നും ഉണരുകയാണ്. എന്താണ് സ്വപ്നം? തൻ്റെ മകനെ ബലിദാനം ചെയ്യണമെന്നാണ് സ്വപ്നം. അന്ന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് 13 വയസ്സാണ്. ദൈവകൽപ്പന, അള്ളാഹിൻ്റെ കൽപ്പന നടപ്പിലാക്കാൻ വേണ്ടി മക്കയിലേക്ക് ചെന്ന് മകൻ്റെ അടുത്ത് ചെന്നു. മകനോട് വിവരം പറഞ്ഞു. ഖുർആൻ അത് പറയുന്നുണ്ട് സൂറത്ത് സാഫാത്തിൽ. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അന അറാ ഫിൽ മനാമി അന്നി അദ്ബഉക. തൻ്റെ കൂടെ നടക്കാനും കാര്യങ്ങൾ ചെയ്യാനുമൊക്കെയുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ മകനെ വിളിച്ച് പറയുകയാണ്, സ്വപ്നത്തിൽ അള്ളാഹു എനിക്ക് വഹി നൽകിയിട്ടുണ്ട്, നിന്നെ അറുക്കണമെന്ന്. എന്താണ് നിൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു, യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദ്നി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്യുക, എന്നെ ക്ഷമാശീലരിൽ നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് പറയുകയാണ്. അങ്ങനെ മകനും പിതാവും കൂടി ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മിനായിലെ മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോയി മകനെ കമഴ്ത്തിക്കിടത്തി അറക്കുവാൻ വേണ്ടി പിതാവ് തയ്യാറാകുകയാണ്. അപ്പോൾ ഒരിക്കലും ഇബ്രാഹിം നബിയുടെ മനസ്സിൽ ഇല്ല, തൻ്റെ മകനെ അറക്കേണ്ടി വരില്ല, എനിക്ക് അള്ളാഹു അറക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് എനിക്കൊരാടിനെ തന്ന് ബലിദാനം ചെയ്യാൻ പറയും എന്നൊന്നും നെയ്യത്തില്ല. യഥാർത്ഥത്തിൽ മകനെ അറക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. മിനായിലെ മലഞ്ചെരുവുകൾ പോലും പ്രകമ്പനം പോയ ആ ഒരു പ്രവൃത്തി അത് ലോകം ഇന്നും ഓർക്കുകയാണ്, അല്ലേ? പഠിച്ചവൻ ആ കൽപ്പന നടപ്പിലാക്കാതെ ഇബ്രാഹിം നബിയെ അള്ളാഹ് വിളിക്കുകയാണ്, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം. ഇബ്രാഹിം, നീ മകനെ അറുക്കേണ്ടതില്ല. ഓങ്ങിയ കത്തി അദ്ദേഹം തിരിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഒഫദൈനാഹു ബിദിബീൻ അലീം, മഹത്തായ ഒരു ബലിമൃഗത്തെ, ഒരു ആടിനെ കൊടുത്തുകൊണ്ട് അതിനെ അറുക്കാൻ പറയാണ്. അപ്പോൾ ഈ പെരുന്നാൾ സുദിനത്തിൽ, ബലിപെരുന്നാൾ സുദിനത്തിൽ സത്യവിശ്വാസം ചെയ്യുന്ന സുപ്രധാനമായ ഒരു കർമ്മം ഈ ഒരു ഓർമ്മ പുതുക്കലാണ്. ഇബ്രാഹിം നബി തൻ്റെ മകനെ അറുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത എന്ത് പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം ഒഴിവാക്കാനുള്ള പ്രഖ്യാപനമാണ് ബലിദാനത്തിലൂടെ ഓരോ വിശ്വാസിയും ചെയ്യുന്നത്. ബലിപെരുന്നാൾ സുദിനത്തിൽ ഒരാൾക്ക് ചെയ്യാനുള്ള ഏറ്റവും സുപ്രധാനമായ കർമ്മം അത് ഈ ബലിയറുക്കുക എന്നുള്ളതാണ്. ബലിദാനത്തെക്കുറിച്ച് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, സുന്നത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ കർമ്മമാണ് ഈ ബലിദാനമുള്ളത്, അതിൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ പ്രവാചകൻ ചോദിച്ചപ്പോൾ ബിക്കുല്ലി ഷഅറത്തിൻ ഹസന, അതിൻ്റെ ഓരോ രോമങ്ങൾക്കും, ബലിമൃഗത്തിൻ്റെ ഓരോ രോമങ്ങൾ കണക്കെ നിങ്ങൾക്ക് അതിന് പ്രതിഫലമുണ്ട് എന്നാണ്. പ്രവാചകൻ 2 ആടുകളെ ബലിയറുത്തതായിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലേ?
രണ്ടാടുകളെ കബിശൈനി അംലഹൈനി അഖ്റനൈനി കൊമ്പുള്ള വെളുത്ത ആടുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈകൊണ്ട് ബലി നൽകിയെന്നാണ്. ഒരാട് ഒരു കുടുംബത്തിന് ബലിദാനമായിട്ട് മതി. മാടാണെങ്കിൽ 7 പേർക്ക് അതിൽ പങ്കാളികളാവാം. മൃഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനെ ബലിദാനം കൊടുത്തപ്പോൾ നമ്മൾ ബലി കൊടുക്കുന്ന മൃഗം ന്യൂനതയുള്ളതാവരുത്, അല്ലേ? ന്യൂനതയുള്ളതാവരുത്, രോഗമുള്ളതാവരുത്, അതേമാതിരി മുടന്തുള്ളതോ പ്രായം ചെന്നതോ ആവരുത്. അതൊന്നുമില്ലാത്ത നല്ല ഒരു മൃഗത്തെയാണ് നമ്മൾ ബലിദാനം കൊടുക്കേണ്ടത്. ആടാകുമ്പോൾ 1 വയസ്സായതും മാടിന് 2 വയസ്സും ഒട്ടകത്തിന് 5 വയസ്സുമാണ് പണ്ഡിതന്മാർ അതിന് പ്രായം പറയുന്നത്. അറുക്കുന്ന ആൾ ദുൽഹജ്ജ് 1 മുതൽ അവൻ്റെ താടിമുടി രോമങ്ങൾ കളയരുത്, നഖം വെട്ടരുത് എന്ന് പ്രവാചകൻ്റെ ഹദീസിൽ കാണാം. മൻകാന ലഹു ദിബൂൻ യദ്ബഹു ഫലാ യഖുദന്ന മിൻ ശൈരിഹി വലാ മിൻ അദ്ഫാരിഹി ശൈഅൻ തയുലഹി. ആരെങ്കിലും ബലി അറുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മുടിയോ നഖമോ അവൻ ബലിദാനം നൽകുന്നത് വരെ അവൻ എടുക്കരുത് എന്നാണ്. പക്ഷേ ഇതിന് പണ്ഡിതന്മാർ പറയുന്നത് ഇത് വെറുക്കപ്പെട്ട കാര്യമാണെന്നാണ്. ആരെങ്കിലും അറിയാതെ അങ്ങനെ ചെയ്തു പോയി എന്ന് വെച്ച് ബലിദാനത്തിൻ്റെ കൂലി അവന് ഇല്ലാതാവുകയില്ല എന്ന്. അപ്പോൾ ഏറ്റവും സുപ്രധാനമായ ദിനങ്ങളാണ് നമുക്ക് വരുന്നത്. ദുൽഖഅദ് മാസം, ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യ ദിനങ്ങൾ വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾക്ക് വളരെ പ്രതിഫലം ലഭിക്കുന്ന ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മാതിരി ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ഉതകുന്ന വിധത്തിൽ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സാധിക്കുമാറാവട്ടെ. ഹജ്ജിന് പോവാത്ത ആളുകൾക്ക്, ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്ക് അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. ഈ വിശുദ്ധമായ ദിവസങ്ങളുടെ പുണ്യങ്ങൾ കരസ്ഥമാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട്, മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ രോഗങ്ങളെല്ലാം പടച്ച തമ്പുരാൻ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് അള്ളാഹു ആരോഗ്യം നൽകുമാറാവട്ടെ. ദീനിനു വേണ്ടി, പടച്ചവന് വേണ്ടി ഇബാദത്ത് ചെയ്യുവാൻ അള്ളാഹു അവർക്ക് ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.